സമാദരണീയരായ യൂത്ത് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ, ഏറെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സർവ്വലോകവും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന സർവശക്തനായ അള്ളാഹുവിന്റെ കരുണാകടാക്ഷങ്ങളും സമാധാന രക്ഷകളും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോക ബധിര ദിനമായ സെപ്റ്റംബർ 23, കഴിഞ്ഞ സെപ്റ്റംബർ 23 അഥവാ വേൾഡ് ഡെഫ് ഡേ എന്നറിയപ്പെടുന്ന സെപ്റ്റംബർ 23-ന് ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ ഒരുപാട് ഗതിവിഗതികൾക്ക് ഒരുപാട് മഹാസംഭവങ്ങൾക്ക് ഒരു വേള തിന്മയുടെ പ്രതീകമായ ഫറോവയെ ആഴക്കടലിന്റെ അഗാധതകളിലേക്ക് മുക്കിക്കൊണ്ടുപോയ നന്മയുടെ പ്രതീകമായ മോസസിനെ അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എല്ലാവിധത്തിലും തുണയായി നിന്നാണ് നമ്മുടെ ഈ ബഹറുൽ അഹ്മർ, ചെങ്കടലിന്റെ നെഞ്ചോരത്ത് മടിയിൽ ഒരു നവയുവചേതന പിറന്നു വീണു, അഥവാ യൂത്ത് ഇന്ത്യ പിറന്നു വീണു. അതിന്റെ ശൈശവദശ മാറുന്നതിന് മുമ്പ് തന്നെ പ്രവാസ യൗവനത്തിന്റെ വീണ്ടെടുപ്പ് എന്ന ശക്തവും വ്യക്തവുമായ ഒരു പ്രമേയവുമായി ഓരോ പ്രവാസിയായ ഇന്ത്യക്കാരന്റെയും അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് വിശിഷ്യ കേരളീയരായ പ്രവാസികളുടെ നീറുന്ന നോവുന്ന പ്രശ്നങ്ങൾക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ നെഞ്ചെടുപ്പുകൾക്ക്, അവരുടെ ശ്വാസോച്ഛ്വാസങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി 15 മുതൽ മാർച്ച് 15 വരെ നീണ്ടു നിൽക്കുന്ന ഒരു നേരത്തെ പറഞ്ഞ പ്രമേയത്തിന്റെ തലക്കെട്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുയോഗത്തിലാണ് ഞാൻ നിങ്ങളുടെ കൂടെ. ഇതിന്റെ സമാപനം, ഈ ക്യാമ്പയിന്റെ സമാപനം അടുത്ത 23-ാം തീയതി ജിദ്ദയിൽ വെച്ച് ഒരു സമാപന സമ്മേളനത്തോടു കൂടി ആ ക്യാമ്പയിൻ സമാപിക്കുന്നതായിരിക്കും. എനിക്ക് പറയുവാനുള്ളത്, യൂത്ത് ഇന്ത്യ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഒരിക്കലും മുതിർന്നിട്ടില്ല, മുതിരുകയുമില്ല. അത് നടത്തുന്ന ഓരോ ചർച്ചാ ക്ലാസുകളും, അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഓരോ മുദ്രാവാക്യങ്ങളും, ഓരോ സമ്മേളനങ്ങളും, ഓരോ ക്യാമ്പയിനുകളും നടത്തുമ്പോൾ യൂത്ത് ഇന്ത്യ മനസ്സിലാക്കുന്നു, ഇത് പ്രവാസിയുടെ അവന്റെ താല്പര്യങ്ങൾക്ക്, അവന്റെ പ്രശ്നങ്ങൾക്ക്, അവന്റെ വിമോചനത്തിന്, അവന്റെ പ്രയാസങ്ങൾക്ക് ഒരു ആശ്വാസമായിക്കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടത്. കേവലം പ്രചരണത്തിനു വേണ്ടി ഒരിക്കലും തന്നെ ഇത്തരത്തിലൊരു പ്രമേയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. പ്രവാസ യൗവനത്തിന്റെ വീണ്ടെടുപ്പ് നടത്തുന്നത് യൂത്ത് ഇന്ത്യ. യൂത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ യൂത്ത് ഉണ്ട്, ഇന്ത്യയുമുണ്ട്. പ്രവാസ യൗവനം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മളാണ്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഈ യൂത്ത് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ
ഇന്ത്യ സ്വാഭാവികമായിട്ടും അതിന്റെ മറുഭാഗം ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ആ ഇന്ത്യ എന്താണെന്ന്, ഇന്ത്യയുടെ വർത്തമാന കാല സാഹചര്യങ്ങൾ എന്താണെന്ന്, ഇന്ത്യയുടെ ആ സേതു ഹിമാചലം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാനും നിങ്ങളും ഒന്ന് ഒരാവർത്തി തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അറബിക്കടലിന്റെ അക്കരയിലേക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് ആ സേതു ഹിമാചലം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും എന്നല്ല അച്ചടി മാധ്യമങ്ങളും ഒരുപോലെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തു നിന്നിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഞാനൊരു സൂചന നൽകിയാൽ മതി, അത് നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. മറ്റൊന്നുമല്ല, തന്റെ തൊലിമിനുപ്പും മേനി വെളുപ്പും കാരണം അപ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തുനിന്ന ആ മഹാസംഭവം മറ്റൊന്നുമായിരുന്നില്ല. പല കാലങ്ങളിൽ, പല കോലത്തിൽ, പല രൂപത്തിൽ തന്റെ ശരീരം കൊണ്ട് മാത്രം ഇന്ത്യൻ യുവത്വത്തെ ത്രസിപ്പിച്ച, കോൾമേൽ കൊള്ളിച്ച വിശ്വസുന്ദരിയായിരുന്ന ഐശ്വര്യ റായിയുടെ പ്രസവമായിരുന്നു. ഐശ്വര്യ മാധ്യമ സുഹൃത്തുക്കളെ നിരാശരാക്കിയില്ല. ഐശ്വര്യ പറ്റുവാവോ സമാധാനമായി. അത് കഴിയുമ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ക്യാമറ കണ്ണുകളും പേനത്തുമ്പുകളും മറ്റൊരു സ്ഥലത്തേക്ക് തിരിയുന്നതാണ്. മറ്റൊന്നുമായിരുന്നില്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എക്കാലത്തെയും ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു സെഞ്ചുറി കൂടി അടിച്ചിടി ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന പട്ടിണി പാവങ്ങളുടെ, നിസ്സഹായ പാവങ്ങളായ ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീരുമെന്ന മട്ടായിരുന്നു നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അവിടെ സ്വീകരിച്ച നിലപാട് മനസ്സിലാക്കേണ്ടതുണ്ട്. സച്ചിനോടുള്ള ബഹുമാനം കുറച്ചുകൊണ്ടോ ഐശ്വര്യയെ എഴുതി കാണിക്കുവാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്താണ് റായി എന്ന് പറയുന്ന ആ സഹോദരി, അങ്ങനെ തന്നെ വിളിക്കാം, അവർ ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത സംഭാവനകൾ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ പല കാലത്തിൽ, കോലത്തിൽ, പല രൂപത്തിൽ തന്റെ ശരീരം ജനങ്ങളെ കാട്ടി പ്രസിദ്ധി. പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതിൽ കവിഞ്ഞ മഹത്തായ സംഭാവനകൾ ഒന്നും തന്നെ ഈ പറയപ്പെട്ട നടി ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ഈ ഐശ്വര്യയുടെ ഈ പ്രസവിച്ച അതേ ദിവസം തന്നെ മാധ്യമ സുഹൃത്തുക്കൾ കാണാതെ പോയ ഒരു സംഭവം ഞാനും നിങ്ങളും നമ്മുടെ മുത്തശ്ശി പത്രങ്ങളുടെ ഏതോ ഉൾപേജുകളിൽ ഏതോ ഒരു കോണിൽ വായിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. മറ്റൊന്നുമായിരുന്നില്ല അത്. വയനാട്ടിൽ മലമടക്കുകളിൽ താമസിക്കുന്ന ഒരു ആദിവാസി ഊരിൽ 28 വയസ്സുകാരിയായ ചന്ദ്രിക എന്ന് പറയുന്ന പെൺകുട്ടി, യുവതി, അവരും പ്രസവിക്കാറായിരുന്നു. അങ്ങനെ പ്രസവം എടുത്ത ആ സ്ത്രീ കോരിച്ചൊരിയുന്ന മഴയത്ത് ആദിവാസികളിലെ യുവാക്കൾ കസേരയിൽ ഇരുത്തിക്കൊണ്ട് തലച്ചുമടായിക്കൊണ്ട് പ്രസവ വേദന കിട്ടിപ്പൊളയുന്ന ആ യുവതിയെ മാനന്തവാടി ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ഒരു പാർട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. ഡോക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഈ പാർട്ടി കഴിയാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു, രക്തം വാർന്നൊഴുകാൻ തുടങ്ങി, ബ്ലീഡിങ് തുടങ്ങി. ഡ്യൂട്ടി ഡോക്ടർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്ത്രീയെ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിയില്ലെങ്കിൽ കുട്ടി മാത്രമല്ല, കുട്ടി ഏതായാലും പോകും, കുട്ടി മാത്രമല്ല അമ്മയും പോകുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിൽ വെച്ച് ഈ സ്ത്രീ ദാരുണമായി അവരുടെ അന്ത്യം സംഭവിക്കുകയാണ്. രക്തം വാർന്നൊഴുകി. ആ സ്ത്രീ പ്രസവിച്ചതാവട്ടെ ഒരു ചാപ്പിള്ളയിൽ. പക്ഷേ ആ സ്ത്രീക്ക് തൊലിമിനുണ്ടായിരുന്നില്ല, വെളുവെളുപ്പുണ്ടായിരുന്നില്ല എന്നാ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശി പത്രങ്ങൾ അടക്കം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവങ്ങൾ ഉണ്ടായാൽ, ഒരു പശുവിന് പ്രസവവേദന കിട്ടിയാൽ പോലും അതിന്റെ പിന്നിലേക്ക് ക്യാമറ കണ്ണുകളുമായി പറന്നെത്തുന്ന നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും ഒക്കെ ഈ വാർത്ത അവർ അവഗണിച്ചു എന്ന് പറയേണ്ടി.
ഇത് നമ്മുടെ ഇന്ത്യയുടെ വർത്തമാന കാലത്ത് ഒരു പരിച്ഛേദത്തെ, എങ്ങോട്ടേക്കാണ് നമ്മുടെ യുവത്വവും നമ്മുടെ ആളുകളും സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽപ്പെട്ട് എങ്ങോട്ടാണ് വലിച്ചിഴക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ സംഭവം ആമുഖമായി പറഞ്ഞു എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗൾഫിലേക്ക് വന്ന് മരുഭൂമിയിൽ മരമില്ലെങ്കിലും തണുപ്പിൽ, കൃത്രിമ തണുപ്പിൽ, കിനാവുകളുടെ മെത്തകളിൽ നിന്ന് നാടും വീടും കാണുന്ന പ്രവാസിയാണ് ഞാൻ നിങ്ങളും. അവിടെ നമ്മുടെ സ്വപ്നത്തിൽ പഴയകാല ഓർമ്മകളൊക്കെ ഓരോന്നോരോന്നായും കൂടെ ചലച്ചിത്രത്തിൽ നിന്ന് പോലെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. കുട്ടിക്കാലത്ത് നാം ചവിട്ടിത്തെറിപ്പിച്ച് നടന്നുപോയ, സ്കൂളിലേക്ക് പാഞ്ഞു പോയ ചവിട്ടിത്തെറിപ്പിച്ച് നടന്നുപോയ വഴികൾ നാം ഒരിക്കലും മറക്കില്ല. നമ്മൾ ഇപ്പോഴും സ്നേഹിക്കുന്ന പച്ചയായ മനുഷ്യരാണ്. ഒരിക്കലെങ്കിലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രവാസിയും എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ട് കാലത്ത് നാം പലതിന്റെയും പിന്നാലെ പോയിരുന്നു. നാം മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് ഉയർത്തി തീരെ ഘോരം മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു. പക്ഷെ ആ മുദ്രാവാക്യങ്ങൾ, അന്ന് വിളിച്ച മുദ്രാവാക്യങ്ങൾ ഇന്ന് ചാപ്പിള്ളകളായി പ്രസവിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, വേദനയോടെ മനസ്സിലാക്കുമ്പോൾ, ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചറിയുന്നു എന്റെയും നിങ്ങളുടെയൊക്കെ ആ യുവത്വം, നാട്ടിൽ നാം ചെലവഴിച്ച വിളിച്ച മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങൾ നടത്തിയ തെരുവീതികളുമൊക്കെ എന്തിന്റെ പേരിലായിരുന്നു നാം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്ന് വേദനയോടുകൂടി നാം ഓർക്കുന്ന ഒരു വേള. ഒപ്പം തന്നെ മറ്റു പല നഗ്ന സത്യങ്ങളും തീരാ വേദനകളായിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതായി നാം കാണുവാൻ വേണ്ടി കഴിയും. അന്ന് നമ്മുടെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ജോസഫും കൃഷ്ണനും മുഹമ്മദും ഇന്നില്ല. ജോസഫ് വലുതായി, കൃഷ്ണൻ വലുതായി, മുഹമ്മദ് വലുതായി. മുഹമ്മദിന്റെ ലോകം തീർത്തു, കൃഷ്ണന്റെ വീടിന് മതിൽക്കെട്ട് തീർത്തു. ജോസഫ് നമ്മളിൽ നിന്നും അകന്നു പോയി. ഒരേ തൂവൽ പക്ഷികളായിക്കൊണ്ട്, ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട്, ഒരേ മനസ്സുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സ് അകന്നു പോയിരിക്കുന്നു. തീർന്നില്ല. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി, ഫ്രീഡം അറ്റ് ദ മിഡ് നൈറ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിനൊരു ബുക്ക് തന്നെയുണ്ട്, 2 ഇംഗ്ലീഷുകാരെ എഴുതിയ. ആ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി മമത ബാറ്റൻ പ്രഭുവിന്റെ ചുണ്ടിലും വിരൽ തുമ്പിൽ പിടിച്ച പേനത്തുമ്പിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ, യൂത്ത് ഇന്ത്യയുടെ ഈ യോഗത്തിലിരിക്കുന്ന സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മുടെ മുൻഗാമികളായ ആളുകളുണ്ടല്ലോ, അവർ ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നു. ഡൽഹിയിലെ മഹാഗണി വൃക്ഷക്കൂട്ടങ്ങൾ പോലും അതിനുവേണ്ടി കാത്തിരുന്നു. ഇളങ്കാറ്റിന് സ്വാതന്ത്ര്യത്തിന്റെ ഊഷ്മള വായു ശ്വസിക്കുവാനുള്ള ആവേശമായിരുന്നു എന്ന് ആ ഫ്രീഡം അറ്റ് ദ മിഡ് നൈറ്റ് എന്ന സായിപ്പന്മാർ എഴുതിയ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ആ വലിയ സംഭവം സംഭവിച്ചപ്പോൾ, മഹാസംഭവം സംഭവിച്ചപ്പോൾ, യാഥാർത്ഥ്യമായപ്പോൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടിയ ധീരദേശാഭിമാനികൾ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് പൊക്കിൽ കൂടി മുറിച്ചു മാറ്റുമ്പോഴുള്ള വേദന നൊമ്പരം അവർ അറിയുകയായിരുന്നു. കാരണം ഇന്ത്യ പിറന്നു വീണത് ഒരൊറ്റ ഇന്ത്യ ആയിരുന്നില്ല, 2 ഇന്ത്യ ആയിരുന്നു. ഒരു ഇന്ത്യയും ഒരു പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു. പെറ്റുനോവിന്റെ നൊമ്പരം അവർ അറിഞ്ഞു. പക്ഷേ അവരുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശംസകളായിരുന്നില്ല പുറത്തേക്ക് വന്നത്, ചോരയായിരുന്നു. എങ്കിലും അവർ ആശ്വസിച്ചു. തങ്ങൾ ഇത്രയും നാൾ പടപൊരുതിയ, രക്തവും ജീവനും കൊടുത്ത് നാം പടപൊരുതിയ ആ ഇന്ത്യ, ഫ്രം ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ, ഒരു പരിവർത്തനത്തിന്റെ ആവശ്യമുണ്ടെന്ന് കരുതി അവർ രണാങ്കണത്തിലേക്ക് എടുത്തുചാടുമ്പോൾ അവരാഗ്രഹിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരു സർക്കാർ, ഒരു ഭരണാധിപന്മാർ ഇവിടെ വരുമെന്ന്. പക്ഷേ 65 വർഷം പിന്നിടുമ്പോൾ, ഇന്ത്യയുടെ വർത്തമാന കാലഘട്ടത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ, ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും, 10,000 സാരികളും 1000 ജോഡി ചെരുപ്പുകളുമുള്ള വാർത്ത നാം കേൾക്കുന്നത് സത്യപർവ്വതത്തിന്റെ തൊട്ടപ്പുറത്ത് പൊരിടിച്ച തലവയുടെ അന്തപുരത്തിൽ നിന്നാണ്.
തീർന്നില്ല. രാഷ്ട്രീയ രംഗത്ത് എന്താണ് രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ 120 കോടി ജനങ്ങളുള്ള ഒരു മഹാരാജ്യത്ത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ, അവിടെ ജനങ്ങളുടെ പച്ചയായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കാണേണ്ടുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തീപാറുന്ന ചർച്ചകൾ നടക്കുമ്പോൾ 3 ജനപ്രതിനിധികൾ, അവർ വെറും ജനപ്രതിനിധികളല്ല, മന്ത്രിമാർ കൂടിയാണെന്ന് അറിയുമ്പോൾ അങ്ങനെയുള്ള 3 പേർ തങ്ങളുടെ കാമവികാരങ്ങൾക്ക് ശമനം നൽകുവാൻ വേണ്ടി പിറകിലിരുന്ന് വൃത്തികെട്ട ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ ഞാനും നിങ്ങളും ഞെട്ടിത്തെറിക്കുന്നു. ഇന്ത്യക്കാരനാണെന്ന് പറയേണ്ടി വരുമ്പോൾ നാം ചിലപ്പോൾ ലജ്ജിച്ചു പോകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തീർന്നില്ല. കുടുംബ ജീവിതത്തിലേക്ക്, രാഷ്ട്രീയത്തിന്റെ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇന്ത്യയിൽ ഒരേ ഒരു സംഭവം, ഒരു ബില്ല് മാത്രമേ ഇന്ത്യയിൽ സാധാരണയായി ഐക്യകണ്ഠേന പാസ്സാക്കപ്പെടാറുള്ളൂ. അതൊന്നു മാത്രമാണ് MP-മാരുടെ ശമ്പള വർധനവിനെ കുറിച്ചും അവരുടെ അലവൻസിനെ കുറിച്ചും അവരുടെ ഇൻക്രിമെന്റിനെ കുറിച്ചുമുള്ള ആ ഒരു ബില്ല് മാത്രം. 65 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ 120 കോടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടുന്ന നാം തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ച നമ്മുടെ ഭരണാധികാരിയായ ശ്രീ മൻമോഹൻ സിംഗ്, അദ്ദേഹം 120 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണോ? അല്ല, സാമ്രാജ്യത്തിന്റെ തലതൊട്ടപ്പന്മാരായ അമേരിക്കയുടെയും പിണിയാളുകളുടെയും പ്രതിനിധിയാണോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അമ്മിക്കടിയിൽ തല കൊണ്ടുവച്ചു കൊടുക്കുന്ന രീതിയിൽ കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന ഒരവസ്ഥ. എന്ത് മനോഹരമാണ് നമ്മുടെ ഇന്ത്യ! എന്താണ് അവിടെ ഇല്ലാത്തത്? സ്വയം പര്യാപ്തം നേടാനുള്ള എല്ലാവിധ കോപ്പുകളും ഫോഴ്സുകളും നമുക്കുണ്ട്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇത്രയും മനോഹരമായ ഭൂമിയിൽ ഭ്രാന്ത് പിടിച്ച പോലെ പോവുകയാണ്. പണ്ട് എപ്പോഴോ വായിച്ചു മറന്ന ഒരു ഷേക്സ്പിയർ നാടകത്തിലെ ഒരു കഥാപാത്രം അവസാനമായി പറഞ്ഞ ഒരു വരിയുണ്ട്, ഒരു ഡയലോഗ് ഉണ്ട്. Dear God, oh Lord, how mad is this beautiful earth. ദൈവമേ, ഈ ഭൂമി, മനോഹരമായ ഭൂമി എത്ര ഭ്രാന്ത് പിടിച്ചതാണ്. When will it be ready to receive me? How long, oh Lord, how long? മനോഹരമായ ഭൂമിയിലേക്ക് നന്മയുടെ വക്താക്കളായി വരുന്ന ആളുകളെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ എപ്പോഴാണ് ഈ ആളുകൾ തയ്യാറാവുക? How long, oh Lord, how long? എത്ര കാലം വേണ്ടി വരുന്നു? എത്ര കാലം വേണ്ടി വരുന്നു? ഇഖ്ബാൽ ഒരിക്കൽ പാടുകയുണ്ടായി, മശ്രിഖ് के खुदावंद सफेदा फरंगी, मगरिब के खुदावंद दरकशंद फलजार, यूरोप में बहुत रोशनी मुहन रहे, हक ये है कि बेचश्मा हायवा है ये जुल्मा, रैनाई तमीर है रोजक में सफा है, गर्जों से कहीं बैठके है आंखों की इमारत, जाहिर में तिजारत है हकीकत में है जवा है, सूद एक है लाखों के लिए मर के मुफाजा, ये इल्म, ये हिकमत, ये तदब्बुर, ये हुकूमत, पीते हैं लहोम देते हैं तलीम में मुसाबत, बेसारी व उरियानी व खवारी व इफलास, क्या कम है फरंगी मदीनत के फतूहात. പൂർവ്വദേശക്കാരായ നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖുദാവന്ദ് സഫേദാം ഫറങ്കി, തൊലിവെളുത്ത സായിപ്പന്മാരാണ്. മഗ്രിബ് കെ ഖുദാവന്ദ് സഫേദാം ഫറങ്കി, എന്നാൽ മഗ്രിബ് കെ ഖുദാവന്ദ് ദർഖശന്ദ ഫൽദാർ, പടിഞ്ഞാറിന്റെ ദൈവമാവട്ടെ, അവരുടെ ആരാധനാപാത്രമാവട്ടെ തിളങ്ങുന്ന രത്നക്കല്ലുകളും മഞ്ഞ ലോഹവുമാണ്. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. സായിപ്പന്മാരെ കാണുമ്പോൾ നാം അവരെ ഒച്ചാനിച്ചു നിൽക്കും. അവരാവട്ടെ രത്നക്കല്ലുകളും അതുപോലെ തന്നെ മഞ്ഞ ലോഹങ്ങളും കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകും. അതാണ് അവരുടെ ദൈവം.
യൂറോപ്പിനെ ബഹുത്ത് രോഷ്നി യൂറോപ്പിൽ കലയും ശാസ്ത്രവും പ്രഭാപൂരിതം തന്നെ. പക്ഷെ ആ വെളിച്ചം ജീവനില്ലാത്ത, ജീവസറ്റ, നീരണമില്ലാത്ത അന്ധകാരമാണ്. ബാങ്ക് കെട്ടിടങ്ങൾ ദേവാലയങ്ങളെക്കാൾ കെങ്കേമമാണ് ശില്പചാരുതയിലും പകിട്ടിലും വെടുപ്പിലും. പുറമേ ധനവിനിമയം, ലാഹിറുമേ തിജാറത്ത് ഹേ ഹക്കീക്കത്ത് മേ ജവാ ഹേ. പുറമേ കച്ചവടം നടക്കുമ്പോൾ അകമേ ചൂതാട്ടമാണ് നടക്കുന്നത്. ഒരുവന്റെ ലാഭം ലക്ഷം പേർക്ക് മരണകാരണം. കലയും ശാസ്ത്രവും നയതന്ത്രവും അതുപോലെ തന്നെ ഭരണ നൈപുണ്യവും ഒക്കെ എല്ലാം ബഹുകേമമാണെങ്കിലും ഘോഷിക്കുന്നത് മാനവ സമത്വമാണെങ്കിലും പാനം ചെയ്യുന്നത് മനുഷ്യരക്തം. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നഗ്നതയും അത്യാസക്തിയും മാത്രം ബാക്കി നിൽക്കെ ഓരേ പൊതു നാഗരികതയുടെ മഹിത നേട്ടങ്ങൾ എന്ന് പറയുകയാണ്. ഇവിടെ എന്താണ് കുറവ്? തൊളിവെളുത്ത സായിപ്പന്മാരുടെ പിന്നാലെ പോകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വേദവാക്യമായിക്കൊണ്ട്, ദൈവവാക്യമായിക്കൊണ്ട് അവരുടെ പിന്നാലെ പോകുമ്പോൾ അവർ നമ്മിൽ നിന്നും രക്തക്കല്ലുകളും മഞ്ഞലോഹങ്ങളും കട്ടുകൊണ്ടു പോകുമ്പോൾ അവർ പറയുന്നത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ സ്ഥാനിച്ചു നിൽക്കുന്ന അവസ്ഥ. അതല്ലേ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊരു കാലത്ത് യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരുമ്പോൾ അവിടെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. The law of the land is the word coming from the mouth of the pastor. The law of the land, നാട്ടിലെ നിയമം എന്ന് പറയുന്നത് പുരോഹിതന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അങ്ങനെ പുരോഹിതന്മാരാവട്ടെ അവർ സ്റ്റേറ്റിന് അനുകൂലമായി, ഭരണകൂടത്തിന് അനുകൂലമായ രീതിയിൽ അവർ ഓരോ നിയമങ്ങൾ പുറപ്പെടുവിച്ചു. പുരോഹിതന്മാർ പറഞ്ഞാൽ അത് തിരുവായ്ക്ക് എതിർവായില്ലാത്ത വണ്ണം അത് അംഗീകരിക്കപ്പെട്ടു പോകുന്നു. ജിയോഗ്രഫി എന്നാണ് പറയുക. ഈ ജിയോഗ്രഫി കണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നതും അങ്ങനെ അവർ മതം മനുഷ്യനുമായിട്ടുള്ള കറുപ്പാണെന്നും ദൈവം മിഥ്യാണെന്നും അവർ വിളിച്ചു പറയപ്പെടേണ്ടി വന്നു. ഞാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. നാം മനസ്സിലാക്കേണ്ടുന്ന കുറെ കാര്യങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടമാടുന്നുണ്ട്. ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ, അറബിക്കടലിന്റെ അക്കരെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നിങ്ങളും ഞെട്ടലോട് തിരിച്ചറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ദേശത്തിന്റെയും വംശത്തിന്റെയും വിഷക്കാറ്റിൽ അകപ്പെട്ട് 1000 പിഞ്ചോമനകളുടെ രക്തം ഇവിടെ പണം കെട്ടി നിൽക്കുകയാണ്. നൊന്തുപെറ്റ അമ്മമാരുടെ മുന്നിൽ നിന്ന് പോലും സ്വന്തം ചോര കുഞ്ഞിനെ പോലും പിച്ചിച്ചിരുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വരുന്ന, പ്രത്യേകിച്ചും ഞാനൊരു കണ്ണൂരുകാരനാണ്. അബ്ദുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ, ആ ചെറുപ്പക്കാരന്റെ ചോരയുടെ മണം ആ മണ്ണിൽ നിന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ദേശത്തിന്റെ പേരിൽ, പ്രാദേശികതയുടെ പേരിൽ, സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ, മതസംഘടനകളുടെ പേരിൽ പോലും പരസ്പരം തലകൊയ്യുന്ന ഒരു പരിതാപകരമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. യുവാക്കളായ നമ്മിൽ പലരും ഇതിന് വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ, ഇതിന് ഓശാന പാടുന്ന രീതിയിൽ നമ്മളെ അറിയാതെ അവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ പണ്ട് ONV അശാന്തി പർവ്വം എന്നൊരു കവിതാ സമാഹാരത്തിൽ ONV കുറിപ്പ് പാടുകയുണ്ടായി. വെട്ടുക, മുറിക്കുക, പങ്കുവെക്കുക ഗ്രാമം, പട്ടണം, ജനപദ മൊകയും കൊന്നും വെന്നും വാഴുക പുലികളായി, സിംഹങ്ങളായും മത്തിനാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു. വെട്ടിയും കൊന്നും വെന്നും ജയിച്ചും മനുഷ്യൻ പട്ടണങ്ങളും ജനപദങ്ങളും ഒക്കെ കീറി മുറിച്ച് തന്റേതാക്കി മാറ്റുമ്പോൾ, വാഴുക പുലികളായി സിംഹങ്ങളായും, പുലികളും സിംഹങ്ങളും ഒക്കെ ആയിട്ട് മനുഷ്യൻ മാറുമ്പോൾ ജന്തുത ജയിക്കുന്നു, മത്തിരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു. മനുഷ്യൻ മനുഷ്യത്തെ മറന്നു പോകുന്നു, മനുഷ്യൻ മനുഷ്യനാവാതെ പോകുന്നു, ആകാതെയാവുന്നു.
മറിച്ച് അവിടെ ജയിക്കുന്നത് ജന്തുതയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന മനുഷ്യൻ സൈലന്റ് വാലിയിലെ കുരങ്ങുകൾക്ക് വേണ്ടിയും നാൽക്കാലി മൃഗങ്ങൾക്ക് വേണ്ടിയും അതിന് ശബ്ദിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ശബ്ദിക്കുന്ന ആളുകൾ പലപ്പോഴും മനുഷ്യന്റെ തല കൊയ്യുന്ന അവസ്ഥയിൽ അവിടെ മൗനം പാലിക്കപ്പെടുന്നു. അതാണ് നമ്മൾ ബട്ട്ല ഹൗസിൽ കണ്ടത്. അതാണ് നമ്മൾ ഒരുപാട് സേതു ഹിമാചലം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നിരപരാധികളായ നിഷ്കളങ്കരായ പാവപ്പെട്ട യുവാക്കളെ പിടിച്ച് ജയിലിലേക്ക് അയക്കുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിലേക്ക് അയക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആരോരുമില്ലാത്ത ഒരവസ്ഥയാണ് നാം കാണുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമാണ്, സ്വാർത്ഥത മാത്രമാണുള്ളത്. സ്വാർത്ഥതയുടെ ഈ ലോകത്ത്, സുഖലോലുപതയുടെ ഈ ലോകത്ത്, ഉപഭോഗ സംസ്കാരത്തിന്റെ ഈ ലോകത്ത് എല്ലാം മറന്ന് അതിന്റെ പിന്നാലെ പോകുമ്പോൾ ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോല തേജസ്സ ഭോഗങ്ങൾ തേടുന്നു എന്ന് പണ്ട് കവി പാടിയതുപോലെ, ചക്ഷുശ്രവണം എന്ന് പറഞ്ഞത് പാമ്പ്, അതിന്റെ ഗളസ്തം, അതിന്റെ തൊണ്ടയിൽ അകപ്പെട്ട തവളയുണ്ടല്ലോ, ദർദുരം. ആ ദർദുരം തല പുറത്താണ്. അതിങ്ങനെ അതിന്റെ മുന്നിൽ കൂടെ പോകുന്ന പ്രാണിയെ നാക്ക് കെട്ടി ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ, ഇങ്ങനെ ഭക്ഷണം കാണുമ്പോൾ നാവ് നീട്ടുന്നത് പോലെ കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട തവളയുണ്ടല്ലോ, ആ വായിലകപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, മനുഷ്യനും സുഖലോലുപതയുടെ പിന്നാലെ തന്റെ നൈമിഷികമായ, തന്റെ വളരെയധികം കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം ഈ ലോകത്ത് നമുക്കുള്ള ജീവിതം, ഈ ജീവിതത്തിൽ സുഖലോലുപതയുടെ പിന്നാലെ പോവുകയാണ് ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത്. ഇതൊരു വശത്ത്. നേരത്തെ പറഞ്ഞു, നാട്ടിൽ കൊലപാതകങ്ങളുടെയും കൊള്ളിവെപ്പിന്റെയും പരസ്പര വൈരത്തിന്റെയും ഒരു അവസ്ഥ. മറുവശത്ത് നമ്മുടെ യുവത്വം എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? നമ്മുടെ തെരുവോരങ്ങളിൽ വൃത്തികെട്ട ഓടകളിൽ മുഖം കുത്തി വീണ് കിടക്കുകയാണ് നമ്മുടെ യുവത്വം. മുഖം കുത്തി വീണ് കിടക്കുകയാണ്. അവരൊന്നും അറിയുന്നില്ല. അവർ ഉറങ്ങിക്കിടക്കാൻ തോന്നുന്നു. അവർ ഉറക്കി കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ അധികാരത്തിന്റെ ഉന്മാദ ലഹരിയിൽ മതിമറന്ന കാട്ടുകഴുകന്മാർ, അവർ തങ്ങൾക്ക് കിട്ടിയ മദ്യത്തിലൂടെ തങ്ങൾക്ക് കിട്ടിയ റവന്യൂ വരുമാനത്തിന്റെ കണക്കിന്റെ തോതിങ്ങനെ, ആ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങുന്നത് കണ്ട് മനക്കോട്ട കെട്ടി സാമ്രാജ്യത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരന്മാരായി മാറുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. പൗരന് കാവലായി മാറേണ്ട ആള് വികസനത്തിന് വേണ്ടി വിൽപ്പന പൊടിപൊടിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതൊക്കെ കണ്ടു മടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകുന്നത്. തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ നാം കാണുന്ന കുറെ സംഭവങ്ങൾ, ചിതറിയ വാക്കുകൾ പെറുക്കിയെടുത്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് മടുത്തുകൊണ്ടാണ് നാം വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകുന്നത്. ഇവിടെ എത്തിയപ്പോൾ നാം പലതും മറന്നു പോവുകയാണ്. നമ്മുടെ യൗവനം നമ്മളെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും നമുക്ക് യുവത്വം ബാക്കിയുണ്ട്. പഴകി കുളിച്ച മുദ്രാവാക്യങ്ങൾ അറബിക്കടലിന്റെ അങ്ങേക്കരയിലേക്ക് നാം വലിച്ചെറിഞ്ഞിട്ടുണ്ടാവാം. ജീർണിച്ച ആദർശങ്ങളെ നാം കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവാം. ഈ പ്രവാസ ലോകത്തേക്ക് കുടിയേറിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ കൃത്രിമ തണുപ്പിൽ ആദ്യം നാം കാണുന്നത് നല്ല സുഖമുള്ള ഒരു ഏസിയാണ്. നല്ല തണുപ്പ്, നല്ല ചൂടത്ത് പുറത്തേക്ക് ഉള്ളിൽ പോയിട്ട് നല്ല തണുപ്പ്. AC മാത്രമല്ല, പുറത്ത് ബെഡിലേക്ക് നോക്കുമ്പോൾ നല്ല പുതക്ക, നല്ല കമ്പിളി. അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂമുഖത്ത് തന്നെ ഒളിച്ചോടുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും അറിയാതെ ആസ്വദിച്ചു പോവുകയാണ്. പിന്നെ കയ്യിൽ റിമോട്ട് ഉണ്ടാവും. ആ റിമോട്ട് എന്തിനാന്ന് വെച്ചാൽ നേരത്തെ സായി പറഞ്ഞിട്ടുണ്ടാവുക,
ഉറങ്ങുന്നത്, ഉണരുന്നത്, നമസ്കരിക്കുന്നവർ നമസ്കരിക്കുന്നത് പോലും ഇതിലെ ഈ റിമോട്ടിലൂടെയാണ്. ഇതിലേക്ക് നമുക്ക് പോകുന്നത് ഇതിനോടൊരു രാജിയായി പോകുന്നൊരവസ്ഥ. നിഷ്ക്രിയമായ ഒരു യുവത്വം, അതാണ് പലപ്പോഴും 10ഉം 15ഉം കൊല്ലം ഗൾഫിൽ 20, 21, 22, 25 വയസ്സിലേക്ക് ഗൾഫിലേക്ക് വന്നിട്ട് 10, 40 വയസ്സാകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് കുറേ രോഗങ്ങൾ. ബാങ്ക് ബാലൻസ് ഒട്ടുമില്ല, മുടിയൊക്കെ അകാല നിര അകാല വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു, ഒന്നും നേടിയിട്ടില്ല, നേടിയത് കുറെ രോഗങ്ങൾ. എന്റെ യുവത്വം എവിടെ പോയി? എന്നെ ത്രസിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന ആ ഊർജ്ജസ്വലമായ യുവത്വം എങ്ങോട്ട് പോയി? പെട്രോ ഡോളറിന്റെ മനം മയക്കുന്ന ഫാന്റസിയിലേക്ക് കണ്ണു വായിച്ചപ്പോൾ ഞാനും അതിന്റെ പിന്നാലെ പോയി. എന്നാൽ അത് നേടിയോ? അതുമില്ല, നേടിയത് കുറെ രോഗങ്ങൾ മാത്രം. തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ആരുമില്ല. ആരെങ്കിലും ഉണ്ട്? നമുക്ക് പണ്ടത്തെ നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഉണ്ടാകുന്നില്ല. നമ്മളിവിടെ ഉറക്കെ ചിരിച്ച് സംസാരിക്കുവാൻ, മനസ്സുകൾ കൈമാറാൻ, മനസ്സുകൾ തുറന്നൊന്ന് സംസാരിക്കാൻ നമ്മുടെ പഴയകാല സുഹൃത്തുക്കൾ പോലും ഇത്തരത്തിലൊരു പരിതാപകരമായാണ്. ഇവിടെ ആവട്ടെ നമ്മുടെ ജീവിതത്തിൽ സ്വയം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന മെഴുകുതിരികളായി സ്വയം ഉരുകിത്തീരുകയാണ് ഞാൻ. അല്ലാന്ന് പറയാൻ കഴിയുന്നു? നാം ജീവിക്കുന്നു. നല്ലൊരു പേര് കാണുമ്പോൾ ഇതെന്റെ നാട്ടിലേക്ക് അയക്കണം. അയക്കണ്ടെന്നല്ല പറഞ്ഞിട്ടോ, അയക്കണം. നല്ലൊരു മൊബൈൽ കാണുമ്പോൾ, ഞാൻ ഉപയോഗിക്കുന്നത് പഴയ 100, 80, 50 റിയാല് പഴയ ഇവിടുന്ന് വാങ്ങിച്ചൊരു മൊബൈൽ അയക്കണം. പക്ഷെ നാട്ടിലേക്ക് അയക്കുന്നത് ഏറ്റവും നല്ല, ഏറ്റവും പുതിയ പോസ്റ്റ് മോഡേൺ മൊബൈൽ. ഇതൊന്നും കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ കൊടുക്കുമ്പോൾ അവസാനം 10, 15, 20 വർഷം പിന്നിട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ചോര നീരാക്കി നാം പോറ്റി വളർത്തി നമ്മുടെ മക്കളും ഭാര്യയും കുടുംബങ്ങളും ഒക്കെ നമ്മളെ കാണുമ്പോൾ അവജ്ഞയോടെ വെറുക്കപ്പെട്ടവനെ പോലെ വീക്ഷിക്കുന്ന ഒരവസ്ഥ എല്ലായിടത്തും അങ്ങനെ ഉണ്ടെന്നല്ല പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നു, കാണേണ്ടി വരുന്നു. അവസാനം നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ പേരക്കുട്ടികൾക്ക് അവരെ സ്കൂൾ ബസ് അയച്ചു വിടുക. പേരക്കുട്ടികളെ സ്കൂൾ ബസ് അയച്ചു വിടുക, മീൻ മേടിക്കാൻ പോവുക. ഇതൊക്കെ ആയിരിക്കും. ഇത്രയും കാലം സ്വന്തം ചോര നീരാക്കി പണിയെടുത്ത് നാം മരുഭൂമിയിലെ കൃത്രിമ തണുപ്പിലും അസ്ഥികൾ ഒരുക്കുന്ന ചൂടിലും ഇവിടെ പണിയെടുത്ത് നമ്മുടെ കിട്ടുന്ന ഓരോ നാണയ തുട്ടുകളും ഓവർ ടൈം എടുക്കാൻ പറ്റുമെങ്കിൽ ഓവർ ടൈം എടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കാശൊക്കെ വലിയ സൗധം പണിതെടുക്കുന്ന അവിടെ പോലും മനസ്സമാധാനത്തോടു കൂടി എന്റെ വീടാണിതെന്ന് കരുതി ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാളെ നമുക്ക് വരാനിരിക്കുന്നത്. ഞാൻ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം കൂടെ പറഞ്ഞു. ഇനി നമ്മുടെ അവസ്ഥയിലേക്ക് ഞാനൊന്ന് വിളിക്കുന്നു. ഇവിടെയൊക്കെ പ്രവാസ യൗവനത്തിന്റെ വീണ്ടെടുപ്പ് എന്ന ഒരു മുദ്രാവാക്യവുമായി നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു വിചിന്തനത്തിന്റെ ആവശ്യമില്ലേ? ഒരു പുനർവായനയുടെ ആവശ്യമില്ലേ? ജീവിതത്തിന്റെ ഔട്ട്ലുക്കിനെ കുറിച്ച് നാം ഒന്ന് മാറി ചിന്തിക്കേണ്ടതില്ലേ? നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. 5 വർഷം എന്നുള്ള കണക്കാക്കിയതായിട്ട് മിക്ക ആളുകളും ഗൾഫിലേക്ക് വന്നിട്ടുണ്ടാവും. 5, 10, 10, 15, 20 അവസാനം 45-ാമത്തെ വയസ്സിൽ തിരിച്ചങ്ങോട്ട് പോകും. 46 തികയുന്നതിന് മുമ്പ് മറ്റൊരു വിസ സംഘടിപ്പിച്ച് തിരിച്ചങ്ങോട്ട് പോകും. ഇതാണ് നമ്മൾ പലരുടെയും അവസ്ഥ. ഈ യുവത്വം ഇത് ജീർണിച്ചിട്ടില്ല. നിങ്ങൾ പച്ചയുടെയും ചുവപ്പിന്റെയും മഞ്ഞയുടെ ഒക്കെ പൊടിയുടെ കീഴിൽ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ചിലപ്പോൾ ജീർണിച്ചിട്ടുണ്ടാവാം. ആ മുദ്രാവാക്യങ്ങളൊക്കെ സാമ്രാജ്യത്തിന്റെ അമ്മിക്കടയിൽ കൊണ്ടുപോയി അടവച്ചിട്ടുണ്ടാവാം.
പൊളിച്ചു നാറിയ ആദർശങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ യുവത്വം ജീർണിച്ചിട്ടില്ല. നമ്മുടെ യുവത്വത്തിന് ഇപ്പോഴും കരുത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നാം കരുത്ത് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ കുറിച്ച് തിരിച്ചറിവൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇക്ബാലിന്റെ ഒരു കവിത പാടുകയാണ്. ഇക്ബാൽ തന്നെ പറയുകയാണ് മറ്റൊരു കവിതയിൽ, വയേ മഹ്റൂമി മതായെ കർവാൻ ജാതേ രഹാ രഹാ കാർവാൻ കെ ദിൽ സേ ഇഹ്സാസ് ആയാ രഹാ. എന്തൊരു പരിതാപസ്ഥ, വയേ മഹ്റൂമി, എത്ര പരിതാപകരമാണ്. യാത്രാ സംഘത്തിന്റെ പാതയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരവൻ സംഘത്തിന്റെ പാതയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ആ കാരവൻ സംഘത്തിന്റെ പാതയെ നഷ്ടപ്പെട്ടു എന്നതല്ല സങ്കടപ്പെടുത്തുന്ന കാര്യം, ഏറെ പരിതാപകരമായ കാര്യം അതല്ല, മറിച്ച് ആ പാതയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോധം നഷ്ടപ്പെടുന്നതാണ് എന്നെ അലട്ടുന്ന കാര്യം, അല്ലെങ്കിൽ ഏറെ പരിതാപകരമായ കാര്യമെന്ന് ഇക്ബാൽ പാടുകയാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ യുവത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നമ്മിൽ നഷ്ടപ്പെടുമ്പോൾ അതിനേക്കാൾ പരിതാപകരമായി മറ്റൊന്നുമില്ല. പ്രവാസ യൗവനത്തിന്റെ വീണ്ടെടുപ്പ് വേണ്ടതുണ്ട്. ഒരു തിരിച്ചറിവിന്റെ ആവശ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒരു പരിവർത്തനത്തിന്റെ ആവശ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പരിവർത്തനത്തിന്റെ ആ ലോകത്ത് പ്രകാശമാനമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇഹത്തിലേക്കും പരത്തിലേക്കും നല്ല ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതിന് നാം മാറി ചിന്തിച്ചേ തീരും. നമ്മുടെ ചിന്തകൾക്ക് ചൂട് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ പുലർത്തിപ്പോരുന്ന ജീവിത ശൈലികൾക്കും രീതികൾക്കും മാറ്റമുണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഈ മുദ്രാവാക്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ യൂത്തിലേക്ക് പറയുവാൻ. ഇതാണ് പ്രവാസ യൗവനം എന്ന് അർത്ഥത്തിൽ എന്ന ഒരു തലക്കെട്ടിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ യൂത്തിക്ക് തയ്യാറായി. കാരണം നമ്മുടെ കാലിന്റെ അടിയിലൂടെ മണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നത് നാം അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വയം ഉരുകി തീർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശവും വെളിച്ചവും ചൂടും നൽകുമ്പോൾ നാം അറിയുന്നില്ല, അല്പനിമിഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ കെട്ടുപോകും. വഴിമാറി നടക്കേണ്ടതുണ്ട്. ലീവ് യുവർ ഫുട് പ്രിന്റ്. നിങ്ങൾ ഇന്ന ഒരാൾ, ഇന്നൊരു സാജിദ് അല്ലെങ്കിൽ ഒരു അജ്മൽ ഇവിടെ ജീവിച്ചു എന്ന് നാളെ ലോകം പറയണമെങ്കിൽ നാം വഴിമാറി നടന്നേ പറ്റൂ. ലോകത്തിന് സംഭാവനകൾ അർപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലീവ് യുവർ ഫുട് പ്രിന്റ്. നാളെ വരുന്ന തലമുറയ്ക്ക് പറയാൻ കഴിയണം, യൂത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ട്. അതിന്റെ മുൻഗാമികളായ ആളുകളുണ്ടല്ലോ, അവർ കെട്ടിപ്പടുത്ത വലിയ വലിയ സംരംഭങ്ങൾ, ആ സംരംഭങ്ങളാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് രോഗികളായ മനുഷ്യരുണ്ട്. എത്രയോ ആളുകൾ ഇന്നും യൂത്ത് ഇന്ത്യയുടെ പ്രവർത്തകർ 4 സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി പോവേണ്ടി വന്നു ഉച്ചയ്ക്ക്. അവരും നമ്മളെ പോലെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമായി വലിയ വലിയ സ്വപ്നങ്ങളുമായി ഈ നാട്ടിലേക്ക് വന്ന ആളുകളാണ്. പക്ഷേ അവരോട് ചെയ്ത് കരാർ പാലിക്കപ്പെട്ടില്ല. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പട്ടണപാവങ്ങളുണ്ട്. ഇവരുടെ ഒക്കെ കൂടെ നിന്ന്, അവരോടൊപ്പം നിന്ന്, അവരെ ചേർത്ത് പിടിച്ച് അവരിൽ ഒരാളായിക്കൊണ്ട് അതിൽ ജാതി മത ഭേദമന്യേ. പലരും ചോദിച്ചേക്കാം, നിങ്ങൾ ജാതി മത ഭേദമന്യൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ നടത്തുന്നത്, എന്തിന്റെ പേര്, എങ്ങനെയാ നിങ്ങൾക്ക് നടത്താൻ പറ്റുക? അവരോട് എനിക്ക് പറയുവാനുള്ളത്, വർഷങ്ങളോളം ഒരു അമുസ്ലിമായിരുന്ന പിതാമഹന്റെ സംരക്ഷണയിൽ വളർന്ന ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പഠിപ്പിച്ചപ്പോൾ നിന്റെ സഹോദരന് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിന്റെ സഹോദരന് കൂടി ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾ ആ സത്യവിശ്വാസിയാവുകയില്ല എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായിയാണ്.
ജോലി ചെയ്തവർക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർഗീയതയെക്കുറിച്ചോ ജാതീയതയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ കഴിയുകയില്ല. മറിച്ച് മനുഷ്യരെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. നാം പലവരും കേട്ട ഒരു കഥ ഞാൻ ഒന്നും കൂടി നിങ്ങളെ, ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകനോട് അതൊരു ജൂതന്റെ മയ്യത്താണെന്ന് പറഞ്ഞപ്പോൾ അല്ല, അതൊരു മനുഷ്യന്റെ മയ്യത്താണെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായിയാണ്. അതുകൊണ്ട് ഇന്നലെ ചിന്തിക്കാത്തത് നാം ഇന്ന് ചിന്തിക്കുന്നു. जो देखा सोचा नहीं वो आज सोचा तो है, जो देखा नहीं वो आज देखा तो है. ഇന്നലെ നാം ചിന്തിക്കാത്തത് ഇന്ന് യൂത്തിന്റെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നാം കാണാത്തത് ഇന്ന് യൂത്തിന്റെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാൻ എന്റെ സമയം കഴിയുന്നു. ചിതറിയ വാക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ഞാനൊരു ശ്രമം നടത്തിയെന്നേ ഉള്ളൂ. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇതിനോടൊപ്പം നിൽക്കണമോ, ഈ യൂത്ത് ഇന്ത്യയുടെ സംരംഭങ്ങളൊപ്പം നിൽക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഞാനും എന്റെ യുവത്വവും ഇവിടെ ടിവിയുടെ മുന്നിലും അതുപോലെ തന്നെ മറ്റു പല തുകലോലുപതയുടെ മുന്നിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള ദുഷ്കരമായ കമ്പിളി പുതപ്പിനുള്ളിൽ ഉറങ്ങിത്തീർക്കേണ്ടതല്ല നാം മനസ്സിലാക്കുക. മറിച്ച് പട്ടിണി പാവങ്ങളായ നിസ്സഹായരായ പാവങ്ങളായ കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെയുണ്ട്, ഇവിടെയും നാട്ടിലുമുണ്ട്. ഞാൻ പണ്ട് കാർമാക്സ് പറയുകയുണ്ടായി, എന്റെ മുന്നിൽ നിന്ന് വലിയ പർവ്വതമുണ്ടല്ലോ, അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഈ പതിതാവസ്ഥയുടെയും വലിയ പർവ്വതം. ഈ പർവ്വതത്തിൽ ഞാനൊരു കൊട്ട മണ്ണെടുക്കുകയാണ്. എനിക്ക് ശേഷം എന്റെ തലമുറയിലെ മറ്റൊരാൾ ഒരു കൊട്ട മണ്ണെടുക്കും, അതിനുശേഷം അടുത്ത തലമുറയിലെ വേറൊരാൾ ഒരു കൊട്ട മണ്ണെടുക്കും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ മല ഉണ്ടാവില്ല. അതുപോലെ യൂത്ത് ഇന്ത്യ ഒരു കൊട്ട മണ്ണെടുക്കാൻ പോവുകയാണ്. ആ കൊട്ട മണ്ണിന്റെ രൂപമാണ് കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ നിങ്ങൾ വായിച്ച ബഷീർ എന്ന് പറയുന്ന ഒരു സഹോദരനെ നാം ആക്സിഡന്റിൽപ്പെട്ട് ആരോരുമില്ലാതെ നിരാലംബരായി പോയ ഒരു സഹോദരനെ നാം സഹായിക്കാൻ യൂത്ത് ഇന്ത്യയുടെ പ്രവർത്തകർ മുന്നോട്ടുണ്ട്. ഇതുപോലെ നൂറുകണക്കിന് ബഷീർമാർ നമുക്ക് ചുറ്റുകൊണ്ട് നാം കണ്ണോടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കിട്ടുന്നില്ല, അവസാനിപ്പിക്കുക. കുറെ ഉറുദു കവിതകളും മലയാളം കവിതകളും ഒക്കെ പറഞ്ഞ് ഞാനൊരു ഇംഗ്ലീഷ് കവിതയിൽ അവസാനിപ്പിക്കുകയാണ്. പണ്ട് പഠിച്ചു മറന്ന ഒരു കവിത. I have promises to keep and miles to go before I sleep and miles to go before I sleep. വനം മനോജ്ഞം നിബിഡം വിശാലം, കനത്തതാം ജോലികൾ ഉണ്ടെനിക്ക്, അനൽപദൂരം വഴി സഞ്ചരിച്ച് നനച്ചിടേണ്ടു തലയൊന്ന് ചായ്ക്കാൻ. വനം എന്ന് പറഞ്ഞാൽ കെട്ടുപണിഞ്ഞ് നടത്തുന്ന വനം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അതുപോലെ എന്റെ മുന്നിലുള്ള സർവീസിന്റെ പാത, സേവനത്തിന്റെ പാത, അതും കെട്ടുപിണഞ്ഞു കിടക്കുന്ന വലിയൊരു സങ്കീർണതയാണ്. ഇവിടെ എനിക്ക് അനൽപ ദൂരം വഴി and miles to go before I sleep, ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കാറുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളും യൂത്ത് ഇന്ത്യയുടെ ഭാഗമായി മാറുക. നമുക്ക് ഒത്തൊരുമിച്ച് ഈ വലിയ ദൗത്യവുമായി മുന്നോട്ട് പോകാം. നാളെ നമ്മുടെ വരും തലമുറ നന്ദിയോടുകൂടി സ്മരിക്കുക തന്നെ ചെയ്യും. ഒപ്പം ഇതിന്റെ പേരിൽ നമുക്ക് നാളെ സ്വർഗത്തിൽ ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാൻ നമ്മളെ സ്വർഗത്തിൽ പദവി നൽകി അനുഗ്രഹിക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും നമുക്കുണ്ട്. വരുന്ന 23-ാം തീയതി യൂത്ത് ഇന്ത്യ സംഘടിപ്പിക്കുന്ന സമാപന സമ്മേളനത്തിൽ മഹൽ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ യൂത്ത് ഇന്ത്യയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ആദ്യമായി ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.